ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സോ ജയ് ഗണേഷ്, നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു സൂപ്പർ ഹീറോ മൂവിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കുറെ ആളുകൾ സിനിമയുടെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഓരോന്ന് കണ്ടു തീർക്കാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോ സിനിമ എങ്ങനെയുണ്ട് ചോദിച്ചാൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഈ സിനിമയുടെ ഒരു മെച്ചം എന്ന് പറയുന്നത് 2 വമ്പൻ സിനിമകളാണ് 2 സൈഡിലും ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഒന്ന് ആവേശം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വേറെ ലെവലാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, അതൊരു ക്ലാസിക്, ഒരു പക്ക വിനീത് ശ്രീനിവാസൻ മൂവിയാണ്. പോരാത്തതിന് നിവിൻ പോളിന്റെ പൊളിച്ചടുക്കൽ വേറെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു സംഭവം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ജയ് ഗണേഷ്. പക്ഷെ ഈ 2 വലിയ സിനിമകളോടും ഏകദേശം പിടിച്ചു നിൽക്കാൻ ജയ് ഗണേഷിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജയ് ഗണേഷിന്റെ ആദ്യത്തെ വിജയം. അതായത് പറ്റ പിടുത്തം വിട്ട് പോയിട്ടില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പിടിച്ചു നിൽക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു സൂപ്പർ ഹീറോ ആണോ എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് പോകുക. അങ്ങനെ ഒരു സൂപ്പർ ഹീറോ, അതായത് മിന്നൽ മുരളി പോലെ അല്ലെങ്കിൽ അയൺമാൻ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് പ്രതീക്ഷ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും. അങ്ങനെ ഒരു പക്ക സൂപ്പർ ഹീറോ മൂവി അല്ല. നമ്മൾ പറയുന്ന പോലെ എവരി വൺ ഈസ് എ ഹീറോ എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു പരിപാടിയാണ്. അത് മെന്റലി അങ്ങനെ ഒരു ആഗ്രഹമുള്ള, അങ്ങനെ എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളുണ്ടാവുമല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല ട്രെയിലറിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാനത് എന്നെ സംബന്ധിച്ചിട്ടോ, ഞാനത് കാണുന്ന സമയത്ത് പ്രതീക്ഷിച്ചിട്ടുള്ള പോലെ അല്ല സിനിമ വന്നിട്ടുള്ളത്. വേറെ കുറേ പരിപാടികളാണ് ഇതിൽ വന്നിട്ടുള്ളത്. മൊത്തത്തിലൊരു മസാല പരിപാടിയായിരുന്നു. അത് അറേഞ്ച്മെന്റ്സ് കറക്റ്റ് അല്ലാത്ത, ഒരു ഓർഡർ കറക്റ്റ് അല്ലാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് സിനിമ കണ്ടപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറെ ഈ ഗ്രാഫിക്സ് ഡിസൈനിങ് കാര്യങ്ങൾ മറ്റു പരിപാടികളായിട്ട് പറയും, കുറെ ഇദ്ദേഹത്തിന്റെ ഡ്രീം കാര്യങ്ങൾ അത് പറയും. അതിന്റെ ഇടയിൽ വേറൊരു സംഭവം കയറി വരും. ഈ പ്രധാനപ്പെട്ട സംഭവം അത് തന്നെയാണ്. അതായത് ഒരു സസ്പെൻസ് ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡിലാണ് സിനിമ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ഇനി എന്ത് സംഭവിക്കും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഒരു പരിധിവരെ കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്നത് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു കഥാപാത്രത്തിന് തന്നെയാണ്. അത് നായക കഥാപാത്രം എന്നതിലപ്പുറം ആ ക്യാരക്ടറിന് കാല് രണ്ടും തളർന്നിട്ടുള്ള, അത് അരയ്ക്ക് താഴത്തേക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. സോ അപ്പൊ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകൾ ആ കഥാപാത്രത്തിനുണ്ട്. അതൊരു പരിധി വരെ നല്ല ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരുപക്ഷെ നന്നായിട്ട് ചെയ്യാൻ ഉണ്ണിമുകുന്ദന് സാധിച്ചിട്ടുണ്ട്. ഒരു സ്ഥലം ഒഴികെ, അത് ആ സ്ഥലം എന്ന് പറയുന്നത് തുടക്കത്തിലെ ഈ കഥാപാത്രത്തിന്റെ, അതായത് ഇങ്ങനെ ഒരാളാവുമ്പോൾ അറിയാലോ അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ് ഒരുപാടാണ്. അതായത് ഇറങ്ങി ഓടണമെന്നും നടക്കണമെന്നും, അത് അങ്ങനത്തെ ഒരാളായിരുന്നു. ഒരു ആക്സിഡന്റ് കാരണം ഇങ്ങനെ കാലുകൾ തളർന്നു പോയിട്ടുള്ള ഒരു വ്യക്തി. സോ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരുപാട് ഡ്രീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ആളുകളുടെ എമ്പതി പിന്നെയും പോട്ടെ നോക്കാം. പക്ഷെ സിമ്പതി കാണിക്കുമ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻസ്, അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സങ്കടം, അങ്ങനത്തെ അദ്ദേഹത്തിന്റെ ഒറ്റപ്പെടലുകളും, അങ്ങനെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ഒരു സിറ്റുവേഷനിൽ അവരുടെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഡാൻസ് ഒക്കെ ചെയ്യണത് കാണുമ്പോൾ, അതായത് ഓൾറെഡി അയാൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൂടെ കാണുമ്പോൾ അയാൾക്ക് ഡാൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കാല് ആ ഒരു സിറ്റുവേഷൻ, അയാൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരു സംഭവമുണ്ട്. ആ സീൻ പക്ഷെ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് അത് വർക്കൗട്ട് ആയിട്ടില്ല. കാരണം അവിടെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അത് ഇമോഷണലി നമ്മളെ കണ്ണ് നിറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അത് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും കുറച്ചും കൂടെ നന്നായിട്ട് ആ കഥാപാത്രത്തിന്റെ ഒരു ഇമോഷൻ അത് ഒന്നുകൂടെ ഡീപ്പായിട്ട് പറയാമായിരുന്നു എന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. അതൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ണിയുടെ പെർഫോമൻസ് ഭയങ്കര രസമായിട്ടാണ് തോന്നിയത്. അദ്ദേഹത്തിന്റെ മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നായികയായിട്ട് വരുന്നത് മഹിമ, അതന്നെയല്ലേ പുള്ളിക്കാരുടെ പേര്, നമ്പ്യാർ. എന്തായാലും RDXൽ നമ്മുടെ നായിക. പുള്ളിക്കാരി പ്രത്യേകിച്ച് ഒരുപാട് ചെയ്യാനുള്ള കഥാപാത്രമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരനെ കാണാനുള്ള ഒരു ഭംഗിയും അവരുടെ ആ ഒരു അഭിനയത്വവും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണുള്ള. അത്തരത്തിലുള്ള ഒരു വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം. ഈ പറഞ്ഞ പോലെ ഒരുപാട് ചെയ്യാനോ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ ഒന്നുമില്ല സ്പേസ് ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കഥാപാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻഡില് ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ, ഈ സിനിമയിലെ മൊത്തം സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു സസ്പെൻസ് അല്ലെങ്കിൽ ഈ ക്യൂരിയോസിറ്റി, ഇനി എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ഇയാളൊന്ന് എണീറ്റ് നടന്നിരുന്നെങ്കിൽ, ഒന്ന് ഓടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നുന്ന അങ്ങനത്തെ ഒരു
ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ഒരു 90% അവർക്ക് സാധിച്ചിട്ടുള്ള, വളരെ കുറച്ച് നേരം ഉള്ളെങ്കിൽ പോലും ആ സമയത്ത് നമ്മളിലേക്ക് ഒരു മാക്സിമം ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ക്ലൈമാക്സിൽ. പക്ഷേ ഈ ക്ലൈമാക്സിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു സീൻ ഇങ്ങനെ വളരെ ഫീലായി, നമുക്ക് അതിലേക്ക് ഇൻവോൾവ് ആയി ഇങ്ങനെ കാണുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഈ നായിക വേറൊരു സ്ഥലത്തായിരിക്കണം, നായകൻ വേറെ സ്ഥലത്തും നായിക വേറെ സ്ഥലത്തുമാണ്. അത് നായിക വേറൊരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ട് അവിടെ ഈ നായകൻ ഇങ്ങനെ പൊക്കി അടിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സിനിമ, ഈ ഒരു സീൻ ഇങ്ങനെ ഭയങ്കര നമ്മൾ ഇൻവോൾവ് ആയിട്ട് കാണുന്നതിൽ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അവിടേക്ക് പോകും. എന്നിട്ട് അവിടെ നായിക 2 ഡയലോഗ് പൊക്കി അടിക്കുന്നു, വീണ്ടും ഇതിലേക്ക് വരും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കട്ടാവും, നേരെ നായികയിലേക്ക് പോകും. അത് ആ കാൽക്കുലേഷൻസിൽ വന്ന എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നത്. മോശമാണെന്നെല്ലാം പറയുന്നു, പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അവർക്ക് തോന്നിയത് പാളിപ്പോയി എന്നുള്ളതാണ്. എനിക്കത് ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അതായത് ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ കഥാപാത്രം പറഞ്ഞല്ലോ, ഇവിടെ പാല് തിളക്കുന്നു, ഇവിടെ ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെ പറയുന്ന പോലെ അവിടെ പാല് തിളക്കുന്നു, ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. അതാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് എന്നെ സംബന്ധിച്ച് അതൊരു കോമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇത് ചിരിച്ചു തള്ളുന്നത് കണ്ടിരുന്നു. സോ അത് ഒക്കെ ഒന്ന് മാറ്റി പിടിക്കുമായിരുന്നു തോന്നി. അതർവൈസ് സിനിമ കുഴപ്പമില്ലാത്ത ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയാം. പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഭാഷകളിൽ, ഈവൻ ഹോളിവുഡ് സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. ഇതേ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തമിഴിൽ ഇത്തരത്തിലുള്ള ഏകദേശം ഇതിനോട് സാമ്യമുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്, മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. അവിടെ നായകന്റെ ലിമിറ്റേഷൻസ് ഇങ്ങനെയാണെന്നുള്ളൊരു പ്രത്യേകത മാത്രം, അങ്ങനത്തെ ഒരു ചേഞ്ച് മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് അനുഭവം തന്നിട്ടുള്ള ഒരു സിനിമ. വലിയ സംഭവം ഒന്നും പറയാൻ പറ്റില്ല. മറ്റുള്ള 2 വലിയ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒട്ടും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സിനിമയുടെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാന്ന് മാത്രം. സോ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതുകൂടായിട്ട് കാണുന്നവരെ